പ്രേക്ഷകർക്കും കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വിഷു ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വിഷുവിന്റെ തയ്യാറെടുപ്പിലാണ് നിങ്ങൾ എല്ലാവരും എന്നറിയാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിഷു ഞാൻ ആശംസിക്കുകയാണ്. ശരിക്കും ഈ വിഷു ആയി കഴിയുമ്പോൾ എന്റെ ഏറ്റവും വലിയൊരു ഹാപ്പി മൊമെന്റ് എന്ന് പറയുന്നത് എന്താ അറിയോ, നമ്മൾ പിള്ളേര് സെറ്റിന് ഏറ്റവും കൂടുതൽ പോക്കറ്റ് മണി കിട്ടുന്ന ഒരു ദിവസമാണ് വിഷു അല്ലെ. വിഷു കൈനീട്ടം കിട്ടുന്ന ഒരു ദിവസം. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്റെ മാസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് നിറയെ കൈനീട്ടം തരുമെന്നിങ്ങനെ എന്താ പറയുന്നത്, ഫുൾ ഡ്രീമിലും ഹോപ്പിലും ഒക്കെ ആയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പം ഞാൻ മാത്രമല്ല ഇന്ന് ഫുൾ ഒരുങ്ങി വന്നിരിക്കുന്നത്. നമ്മുടെ മാസ്റ്റേഴ്സും ഉണ്ട്. നമുക്ക് അവരെയും കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നാദിക, പക്രു ചേട്ടാ ആൻഡ് നമ്മുടെ സ്വന്തം മല്ലിക ചേച്ചി. ഹാപ്പി വിഷു. അപ്പൊ കൊച്ചുപോലെ മോനെ കൊച്ചുപോലെ ഹാപ്പി വിഷു എന്നല്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഞാൻ എന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ ശ്രദ്ധിച്ച് എന്താണെങ്കിലും വിഷു ആശംസകൾ എന്ന് പറയണം. വിഷു ആശംസകൾ. വിഷു ആശംസകൾ. വിഷു ആശംസകൾ. വിഷു ആശംസകൾ അടുപ്പിച്ചു പറ. എല്ലാ പ്രിയപ്പെട്ട മലയാളി സഹോദരങ്ങൾക്കും എന്റെ വിഷു ആശംസകൾ. എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ, ഹൃദയം കൂടെ ഞാൻ ചേർത്തെ, ബാക്കി ആലോചിച്ചെടുക്കാനായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. കറക്റ്റ് അല്ലേ? അതൊക്കെ പോട്ടെ. കൈനീട്ടം 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 കൈനീട്ടം. ചേച്ചിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. വിടുവോ? ഇല്ല. താങ്ക് യു. പഴയ കാലത്ത് പ്രായം ചെന്ന അമ്മമാര് അപ്പൂപ്പന്മാരൊക്കെ കുളിച്ച് ഒരു കുറിയൊക്കെ ഇട്ട് ഒരു ചാരുകസേരയിൽ എങ്ങനെ ഇരിക്കും. അതെ, ചില്ലറ പൈസ വെച്ച് ചെല്ലും, തരും. ഇന്നിപ്പോ പാവം എൻ്റെ അച്ഛനൊക്കെ പരിഹിതം വരെ ചെല്ലുമ്പോൾ 10 രൂപയൊക്കെ എടുത്തത് ഞങ്ങൾക്കൊക്കെ പുച്ഛം. അയ്യടാ 10 രൂപ ആർക്ക് വേണം അച്ഛാ, ഇതിന് എത്ര വേണം? ഞങ്ങൾ ഇത്രയും പേരെല്ലാം ഉള്ള അച്ഛാ, അവർ 100 രൂപ വെച്ചൊക്കെ തരാം. ആ പോട്ടെ, ശമ്പളം കിട്ടിയ മനസ്സിലിങ്ങനെ വേദനിച്ചുകൊണ്ട് 100 വെച്ച് തരും. ഇന്നിപ്പോൾ എൻ്റെ കൊച്ചുമക്കളുടെ അടുത്ത് എന്തോന്നാ എൻ്റെ അച്ഛമ്മേ 100 രൂപയ്ക്ക് എന്തോ കിട്ടാനാ, ഒന്നും കിട്ടത്തില്ല. 500 എങ്കിലും വേണോ എന്ന് ഞാൻ ആലോചിച്ചു. അച്ഛൻ്റെ പ്രാക്കായിരിക്കും സത്യമായിട്ടും. അല്ല ചേച്ചി, ശരിക്ക് കോയിൻ കയ്യിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അതാണ്. അല്ലാണ്ട് നോട്ട് കൊടുക്കുക എന്നല്ല. കൈനീട്ടം, എല്ലാ കൈനീട്ടങ്ങളും അങ്ങനെയാണ്. നമ്മളുടെ അതായത് ഒരു കോയിൻ നമ്മളുടെ കയ്യിൽ ഉള്ള കയ്യിൽ വെച്ച് തരുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജി. അതാ സത്യം, അതാണ് വളരെ ശരിയാ പറഞ്ഞത്. അതാണ്. അപ്പൊ ആദ്യത്തെ സെഗ്മെന്റ് ആയിട്ട് നമ്മൾ എന്താണ് വിഷു കൈനീട്ടം എന്നുള്ള കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് ബാക്കി മേളം തുടങ്ങാൻ പോവാണ്. ഡാൻസ് നമ്മൾ ഓൾറെഡി കണ്ടു. എന്തായാലും നമുക്ക് നമ്മുടെ സ്വന്തം മല്ലിക ചേച്ചി, ഇന്ന് മല്ലിക അമ്മ ഞാൻ പറയണം, അമ്മ നമുക്ക് കൈനീട്ടം തന്ന സ്ഥിതിക്ക്, ഇത്രയും സ്നേഹത്തോടെ തന്ന സ്ഥിതിക്ക്, സാധാരണ വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്ന ആ മഞ്ഞപ്പൂവിന്റെ പേരെന്താണ്? മല്ലികപ്പൂ. മഞ്ഞപ്പൂവോ? കൊന്നപ്പൂ. കൊന്നപ്പൂ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. പിന്നെ ഉദ്ദേശിച്ചത് കൊന്നപ്പൂ പോലെ പവിത്രമായ, നിഷ്കളങ്കയായ, ഒരു എല്ലാവരും ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം നോക്കുന്ന ഒരു പുഷ്പം അല്ലെ? ഒരു പുഷ്പം. പക്ഷെ ഈ പുഷ്പം അത്ര സിമ്പിൾ പുഷ്പമല്ല. അല്ല, നല്ലതാണ്. കാരണം ഈ മല്ലികപ്പൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ നല്ലൊരു പൂ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് സ്നേഹം കൊണ്ട് അങ്ങ് നിറയ്ക്കാൻ പോവാ. യോ, അത് പാട്ടിന്റെ രൂപത്തിലാ. എന്റെ 2 മക്കളും എവിടെ ഇരിക്കുന്നു കേൾക്കണം. കണ്ട് ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അതെല്ലാം ഊഞ്ഞാൽ ആടി കേൾക്കണമെന്ന് വെച്ചാൽ അതും ഞങ്ങൾ ചെയ്തു തരും. ഇത് കാണിക്കും, ഞാൻ കാണിച്ചിരിക്കും. അവിടെ കണ്ടിട്ട് പോയാൽ മതി. കറക്റ്റ്. അപ്പൊ നാദിക ചേച്ചിയുടെ പേരുകൾ കണ്ടാണ് ഒരുപാട് പാട്ടുകൾ, കവികൾ എഴുതിയത്. അല്ല, ഒരുപാട് പേര്, തമ്പിച്ചേട്ടൻ, വിച്ചു തിരുമല, ഇവരൊക്കെ എഴുതിയിട്ടെ പറഞ്ഞിട്ടുണ്ട്. വിച്ചു തിരുമല എടുത്ത് പറഞ്ഞു, ഞാൻ പണ്ട് കോളേജ് പഠിക്കുന്ന കാലത്ത് ഈ ഇടയ്ക്കാണ്ട് ഞാൻ വായിച്ചത്. ഞാനിങ്ങനെ നടന്നു പോകുന്ന കണ്ട് ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഈ കൊച്ചിനെ. അപ്പൊ എഴുതിയ ഈ പാട്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെ പൊന്നു ദൈവമേ പാവം. അത് മറ്റേ തമ്പിസാർ എഴുതിയ പാട്ട് ഇതാണ്, മല്ലിക ബാണന്റെ മല്ലികപ്പൂവിൻ മധുരഗന്ധം. മല്ലികപ്പൂവിൻ. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ. മല്ലികപ്പൂവിൻ മധുരഗന്ധം, നിന്റെ മന്ദസ്മിതം തൂകും ഒരു വസന്തം. മല്ലികപ്പൂവിൻ മധുരഗന്ധം, നിന്റെ മന്ദസ്മിതം തൂകും ഒരു വസന്തം.
മാലാഖകളുടെ മാലാഖ നീ മമ ഭാവനയുടെ ചാരുതീ. ഓക്കെ, ഇനി ചേച്ചിയുടെ പേരുള്ള വേറൊരു പാട്ട്. ആ വേറൊരു പാട്ട്. അയ്യോ, മാർഗഴിയെ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയെ, മാർഗഴിയെ മല്ലികയെ മന്ദാരപ്പൂങ്കുരുവിയെ, മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ ബച്ച, വില്ല് വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരന്താ. മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ ബച്ചാൻ, വില്ല് വച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരന്താ. അടിപൊളി, സൂപ്പർ. ഋതത്തിലുള്ള പാട്ടുകളുണ്ട് നമ്മുടെ അല്ലേ? ആ അതെ, ഇത് പാടാം. ശരി വിട്ട്. ഏതൊക്കെ? കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അവളോവിയം, പാദങ്ങളിൽ അവൾ മാർഗഴി, മലർകളിലെ അവൾ മല്ലിക. എങ്ങനെയുണ്ട്? ചേച്ചിയുടെ പാട്ട് ഞാൻ ചേച്ചിയെ കൊണ്ട് തന്നെ പാടിച്ചു. ഗുഡ് ബോയ്. കൊള്ളാം. അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ അങ്ങനെ പാടി ഉല്ലസിച്ച് നമ്മുടെ ഷോ അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് വിഷു ആശംസകൾ പറഞ്ഞോളൂ. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ടെക്നീഷ്യൻസിന്റെയും ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും പേരിൽ ഞങ്ങളുടെ ഹൃദയം തുറന്ന് മനസ്സ് നിറഞ്ഞ വിഷു ആശംസകൾ.